أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما قال ومن ذريتي قال لا ينال عهد الظالمين وإذ جعلنا البيت مثابة للناس وأمنا واتخذوا من مقام إبراهيم مصلى وأعهدنا إلى إبراهيم وإسماعيل أن طهرا بيتي للطائفين والعاكفين والركع السجود وإذ قال إبراهيم رب اجعل هذا بلدا آمنا وارزق أهله من الثمرات من آمن منهم بالله واليوم الآخر قال ومن كفر فأمتعه قليلا ثم أضطره إلى عذاب النار وبئس المصير وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم صدق الله العلي العظيم اللهم اجعل القرآن ربيع قلوبنا ونور أبصارنا وجلاء حزننا وذهاب همنا وغمنا يا رب العالمين اللهم ارحمنا بالقرآن واجعله نورا وهدى ورحمة لنا وذكرنا ما نسينا منه وعلمنا ما جهلنا منه وارزقنا تلاوته آناء الليل وأطراف النهار برحمتك يا أرحم الراحمين. പ്രിയപ്പെട്ട സഹോദരനും സഹോദരന്മാരും, നമ്മളെല്ലാവരും നമ്മൾക്കറിയുന്നതും അറിയാത്തതുമാണ് സർവ പ്രപഞ്ചങ്ങളുടെയും സകല സംവിധാനങ്ങളിലും സൃഷ്ടാവും നിയന്താവും പരിപാലകനുമായ സർവോപരി അർഹമുള്ളാഹിയാണ് റബ്ബിന്റെ വിധിവിലക്കുകളെല്ലാം നിഷ്ഠാപൂർവവും പ്രാർത്ഥനാപൂർവവും വ്യക്തിജീവിതത്തിലും കുടുംബജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും പരമാവധി പാലിച്ചും സൂക്ഷിച്ചും തികഞ്ഞ തത്വയിൽ അധിഷ്ഠിതമാണ്. തികഞ്ഞ തത്വയാൽ നിയന്ത്രിക്കപ്പെടുന്നതാണ്. സന്തുലിതത്വവും സൗന്ദര്യവുമുള്ള അച്ചടക്കമുള്ള നല്ലൊരു ജീവിതം കൂട്ടായി കൂട്ടിക്കെടുക്കാൻ, അങ്ങനെയുള്ള ഒരു നല്ല ജീവിതം കൂട്ടായി നയിക്കാൻ ഞാനും നിങ്ങളുടെ കൂടെ കുടുംബങ്ങളും പ്രാർത്ഥനാപൂർവം പതിവായി പരിശ്രമിക്കണമെന്ന് ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും സ്നേഹപൂർവം വസിയത്ത് ചെയ്യുകയാണ് ഉദ്ബോധിപ്പിക്കുന്നത്. അർഹമുർറഹീമായ റബ്ബ് നമ്മളെല്ലാവരെയും, നമ്മുടെ ഇണകളെയും, നമ്മളെല്ലാ മക്കളെയും നമ്മുടെ മക്കളെ കല്യാണം കഴിച്ചിട്ടുള്ള നമ്മുടെ പെൺമക്കൾ, നമ്മുടെ പ്രിയാപ്രമാർക്കുള്ള, അതുപോലെ നമ്മുടെ ഉടപ്പറപ്പ്, നമ്മൾ പലപ്പോഴും കൊണ്ട് ചെയ്തിട്ടുണ്ടാകും. ഞാൻ എല്ലാവർക്കും ഒന്നാമത്തായ അങ്ങനെയുള്ള ജീവിതം നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ സമുദായത്തെയും നമ്മുടെ നാടിനെയും എല്ലാവിധ ഷറുകൾക്കും മുസ്ലിമുകൾക്കും അല്ലാഹുതആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, ദുൽഖഅദയിലെ രണ്ടാമത്തെ വീട് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്ന് മുസ്ലിം ലോകത്തിന്റെ തലസ്ഥാനമാണ്, നമ്മുടെ തലസ്ഥാനമാണ് മക്കയിലേക്ക്
അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വർഷത്തെ ഹജ്ജിന് ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും പുറപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആളുകൾക്കും അവരുടെ ഹജ്ജ് യാത്രയും അനുബന്ധ കാര്യങ്ങളെല്ലാം നല്ല നിലയിലും എളുപ്പത്തിൽ ബാധിക്കുമാറാകട്ടെ. നേരത്തെ ഞാൻ പറഞ്ഞു വെച്ചത് ഇസ്ലാമിന്റെ 5 തൂണുകളും ഷഹാദത്ത് മുതൽ ഹജ്ജ് വരെ 5 തൂണുകളും പരസ്പര ബന്ധിതവും പരസ്പര പൂരകവുമാണ്. ഹജ്ജ് സമയമായി ഹജ്ജിൽ പോയി ഹജ്ജ് ചെയ്യുന്നവരുടെ മാത്രമല്ല എല്ലാവരുടേതുമാണ്. നമ്മളൊക്കെ ഹജ്ജ് പങ്കാളികളും പരോക്ഷമായിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ കുറെ കൂടി അടുത്ത തലത്തിൽ തന്നെ പങ്കാളികൾ. ഹജ്ജ് ഏതോ കുട്ടികളുടെ ആത്മീയ കാര്യം എന്ന് പറഞ്ഞ് അതിനെ പാർശ്വവൽക്കരിക്കാൻ തുനിയത്. ഹജ്ജിനെ ഇകഴ്ത്തി കാണിക്കാൻ ശ്രമിക്കുന്നവർ ഈ ദീനിന്റെ ഒരു തൂണിനെയാണ് തകർക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഹജ്ജ് പറയുമ്പോൾ കാര്യങ്ങൾ പറയാറുണ്ട്. അതിൽ ഒന്നാമതായിട്ട് ഹജ്ജുമായി ബന്ധപ്പെട്ട ചരിത്രത്തിൽ 3 ആളാണ്. ഒന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം, പിന്നെ അദ്ദേഹത്തിന്റെ മകൻ ഇസ്മായിൽ അലൈഹിസ്സലാം, പിന്നെ ഇസ്മായിൽ അലൈഹിസ്സലാമിന്റെ മാതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സഹോദരൻ ഹാജർ. നമ്മുടെ മില്ലത്തിന്റെ മേൽവിലാസം ഇബ്രാഹിമി മില്ലത്ത് അബീക്കും ഇബ്രാഹിമ വസമ്മാകുൽ മുസ്ലിമീന മിൻ ഖബ്ലു ഫീ സൂറത്ത് ഹജ്ജിൽ ഈ മില്ലത്തിന്റെ മേൽവിലാസം ഇബ്രാഹിമി മില്ലത്ത്. കഅബ പുനരുദ്ധരിച്ചത് ഇതെടുത്ത് ഉണ്ടാക്കിയത് അദ്ദേഹം. മക്ക എന്ന മാതൃകാപട്ടണം മാതൃകയാവേണ്ടുന്ന മോഡൽ സിറ്റിയാണ് മക്ക. സമാധാനവും നിർഭയത്വമുള്ള അച്ചടക്കമുള്ള ബുദ്ധിയുള്ള മാതൃകാപട്ടണം. ഇസ്ലാമികത്തിൽ മോഡൽ ഉപയോഗം ഒരു മോഡൽ ഡേ ഉണ്ടായിരുന്നു കഴിഞ്ഞു. അതാണ് ചെറിയ പട്ടിണിയില്ലാത്ത, ആരും പട്ടിണി കിടക്കാൻ പാടില്ലാത്ത മോഡൽ ഡേയാണ് ചെറിയ മോഡൽ സിറ്റിയാണ് മക്ക. ഇനി നമ്മൾ ഈ ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന നമ്മൾ ഒരു മോഡൽ സൊസൈറ്റി എന്ന് പറഞ്ഞു. ഈ മക്കയുടെ രാഷ്ട്രപിതാവ് ആരാണെന്ന് ചോദിച്ചാൽ, നഗരപിതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. ഒപ്പം അദ്ദേഹത്തിന്റെ പുത്രനും ഭാര്യയും. ഒരു ഐഡിയൽ ഫാമിലി, ഒരു മാതൃകാ കുടുംബം എങ്ങനെ എന്ന് ചോദിച്ചാൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ സ്വന്തം. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഒരുപാട് മാതൃകയുണ്ട്. സമർപ്പണത്തിനും ത്യാഗത്തിനും ഒക്കെ ഉജ്ജ്വലമായ. പക്ഷെ ഏത് സംഗതിയും അതിന്റെ പൂർണ്ണതയെടുത്തുള്ള ഈ 3 ഘടകങ്ങൾ: ഭാര്യ, ഭർത്താവ്, സന്താനം. ഭാര്യ, ഭർത്താവ്, ഭാര്യ, സന്താനം. ഇത് 3 ഒരേ നേർരേഖയിലും പരസ്പരം സഹകരിക്കുന്ന ഘടകങ്ങളാണ്. അത് ഹജ്ജിന്റെ ഒരു സന്ദേശമാണ്. അത് ഹാജിമാർക്ക് മാത്രമല്ല, നമുക്കൊക്കെ കൂടി എല്ലാ മുസ്ലിം ലോകത്തിന്റെ ആകെ ഇത് നമ്മൾ അനുഭവിച്ചു. ഇതിന്റെ നാളുകളിൽ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ
സ്മരണകൾ അയവിറക്കുമ്പോൾ അദ്ദേഹത്തിൽ നിന്നുള്ള ഈ ഉജ്ജ്വലമായ മാതൃക നമുക്കുണ്ട്. ഞാനൊരു ഇബ്രാഹിമാകുമ്പോൾ എന്റെ സഹധർമ്മിണി ഹാജറയുടെ നിലവാരത്തിലേക്ക് എത്തുന്നുണ്ടോ? ഇനി ഹാജർ ആത്മപരിശോധനം നടത്തണം. എന്റെ കുട്ടിയോൻ ഇബ്രാഹിം അലൈഹിസ്സലാമിനെ മാതൃകയാക്കുന്ന ആ നിലവാരത്തിലേക്കാണോ ഞങ്ങൾ രണ്ടുപേരുടെയും മക്കൾ ആ വഴിക്കാണോ? ഇത് നമ്മളെല്ലാവരും എങ്കിലേ നമുക്ക് സന്തുഷ്ടമായ സമാധാനപൂർണ്ണമായ ഒരു കുടുംബം എത്തിപ്പെടുക. ഇക്കാര്യത്തിൽ ഓരോരുത്തരും ആത്മവിശ്വാസത്തിലും പോരായ്മകളുണ്ടെങ്കിൽ പയ്യെ പയ്യെ പ്രാർത്ഥനാപൂർവ്വം തിരുത്തിയിരിക്കണം. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ പ്രാർത്ഥനകൾ നമുക്കൊരു മാതൃകയാണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നടത്തിയ എല്ലാ പ്രാർത്ഥനകളിലും സന്താനങ്ങളെ ചേർത്ത് സ്വന്തം കാര്യം ചിന്താപാതല്ല. ഞാൻ ആ വഴി പോകുന്നു, ഇങ്ങനത്തെ വ്യാപൂർണ്ണ പോകുന്നില്ല, കുടുംബനാഥന്മാർ അവരൊക്കെ തിരക്ക് വഴി പോകും, അത് വിളിക്കും, അത് കൂടെ കൊണ്ടുപോകും. അങ്ങനെ ഒരു വേറിട്ട ചിന്തയല്ല. മക്കളെ ചേർത്ത് വിളിക്കും. ഇവിടെ തന്നെ മക്കളെ വാട്സപ്പ് പറയാനുണ്ട്. അദ്ദേഹം പ്രാർത്ഥിക്കൽ, അദ്ദേഹം വെച്ചാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പുത്രൻ ഇസ്മായിൽ കൂട്ടായി പ്രാർത്ഥിക്കുകയാണ്. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك. റബ്ബേ, ഞങ്ങളുടെ നാഥ, ഞങ്ങൾ ഇരുപേരെയും മുസ്ലിമീങ്ങളാണ്. അദ്ദേഹം മുസ്ലിം എന്ന് പറഞ്ഞാൽ സമുദായത്തിന്റെ പേരല്ല, സമർപ്പിതർ എന്നാണ്. സമ്പൂർണമായി അല്ലാഹുവിന് സമർപ്പിച്ചവർക്കാണ് മുസ്ലിം. ഇസ്ലാം എന്ന വാക്കിന്റെ ഒരർത്ഥം ടോട്ടൽ സബ്മിഷൻ, സമ്പൂർണമായ സമർപ്പണം. അങ്ങനെ സമർപ്പിച്ചവർക്ക് പറയുന്ന പേരാണ് മുസ്ലിം. അത് ജാതി പേരല്ല, സമുദായ പേരല്ല, ഇതൊരു നിലവാരം. ഇബ്രാഹിം പ്രാർത്ഥന നമ്മൾ നടത്തേണ്ടതാണ്. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك. ഇവിടെ മാത്രമല്ല, സൂറത്ത് ഇബ്രാഹിമിൽ അദ്ദേഹം നടത്തിയ പ്രാർത്ഥന ربي اجعلني مقيم الصلاة ومن ذريتي ربنا وتقبل دعاء ربنا اغفر لي ولوالدي وللمؤمنين يوم يقوم الحساب. ഇബ്രാഹിം സത്യമെന്ന് നമ്മൾ പതിവാക്കേണ്ട, ഹൃദയപൂർവ്വം പതിവാക്കേണ്ടുന്ന ഒരു നല്ല പ്രാർത്ഥന. പഠിച്ചവരെ നീ എന്നെ നമസ്കാരം നിലനിർത്തുന്നവരുടെ കൂട്ടത്തിൽ പെടുത്താം. എന്താണ് പറഞ്ഞത്? നിസ്കരിക്കുന്നവരെ കൂട്ടിപ്പെടുത്താനല്ല, നിസ്കരിക്കുന്നവരെ കൂട്ടത്തിൽപ്പെടുത്താനാണെങ്കിൽ അറബി ഭാഷയിൽ നിസ്കാരക്കാരെ കൊടുത്ത് എന്നെയും പെടുത്തണേ എന്ന് പറയണം. അങ്ങനെയല്ല പറഞ്ഞു. എന്നല്ല ഖുർആൻ നിസ്കരിക്കുക എന്ന് പറയുമ്പോൾ പോലും അറബി പറയേണ്ടത് സല്ലു, ഹദീസിൽ അങ്ങനെ പ്രയോഗമുണ്ട്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ ഇങ്ങനെയാണ് നിസ്കരിക്കുന്നത്, അങ്ങനെ നിസ്കരിച്ചോ. സല്ലു സലാത്തൻ മുവദ്ദിഅ, നമസ്കാരം തുടങ്ങുന്നതിന് പറയുന്നത് ഒരു വിടവാങ്ങുന്നവൻ നമസ്കാരം നിസ്കരിക്കും. സല്ലു ബില്ലൈലി വന്നാസു നിയാമു, ജനങ്ങളെല്ലാം ഉറങ്ങുമ്പോൾ രാത്രി എഴുന്നേറ്റ് നിൽക്കും. സല്ലുവാണ്. സല്ലു ഫി ബുയൂതിക്കും, സുന്നത്ത് വിഭാഗത്തിന്റെ കാര്യത്തിലേക്ക് വരും. സല്ലൂന്ന് നന്നായി പ്രയോഗിച്ചിരിക്കുക, പ്രയോഗം സാധുവാണെന്നിരിക്കെ ഖുർആൻ പറഞ്ഞത് അഖീമുസ്സലാത്ത, നമസ്കരിക്കൽ വേറെ, ഇഖാമത്തുസ്സലാത്ത് കവിഞ്ഞാൽ ഇഖാമത്തുസ്സലാത്തിന്റെ ഒരു ഭാഗം മാത്രമേ പതിവായി കൃത്യമായി നിസ്കരിക്കുക എന്നതിൽ വരുള്ളൂ.
ഇബ്രാഹിം നബിയുടെ പ്രാർത്ഥന പ്രത്യേക വിശകലന അറിയിക്കുന്നുണ്ട്. അദ്ദേഹം അദ്ദേഹത്തെ തൊട്ടുമുമ്പ് പറയുന്നുണ്ട്, ربنا إني أسكنت من ذريتي بواد غير ذي زرع عند بيتك المحرم ربنا ليقيموا الصلاة. പഠിച്ചവനെ ഞാനിത് അവിടെ കുടിയിരുത്തി എന്റെ കുടുംബത്തിൽ സന്തതികളിൽ ഒരു വിഭാഗത്തിൽ ഇന്ത വൈദിക്കൽ മുഹറം ഇത് പാവനമായ ഭവനത്തിന്റെ ചാരത്ത് ജനശൂന്യമാണ് അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഉദ്ദേശിച്ച് പോകുന്നതിന് ഏക ഉദ്ദേശപ്പെടുന്നതാണ് റബ്ബേ അവർ നമസ്കാരത്തെ സംസ്ഥാപിക്കാനാണ്. ആ മരുഭൂമിയിൽ വന്നായിരുന്നു വൃദ്ധൗത്യമായി നമസ്കാരം സംസ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ ചുരുക്കി പറയാം, നമുക്ക് പരിമിതിയുണ്ട്. നമസ്കാരം സെൻട്രൽ നട്ടായിക്കൊണ്ടുള്ള അഥവാ അച്ചാണിയായിക്കൊണ്ടുള്ള ഒരു നാഗരികത, സിവിലൈസേഷൻ, ഒരു ജീവിതക്രമം അതാണ് അതിന്റെ സുപ്രധാന ഭാഗമാണ് കൃത്യമായി ജമാഅത്തായി നിസ്കരിക്കുക. അതുകൊണ്ട് ഇഖാമത്തു സലാത്ത് ആയെന്ന് വരണമില്ല. അപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ പഠിക്കുമ്പോൾ അതൊക്കെ നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടതുണ്ട്. പഠിച്ചോടെ ഞങ്ങൾ ഇരുപേര് ഇബ്രാഹിം നബി ഇബ്രാഹിം നബി അലൈഹിസ്സലാം പുത്രൻ ഇസ്മായിൽ അലൈഹിസ്സലാം ഉള്ളുരുകി ദുആ ചെയ്യും. ഞങ്ങൾ രണ്ടുപേരെയും നിനക്ക് സമർപ്പിച്ചവരുടെ കൊടുത്ത് പൂർണ്ണമായി സമർപ്പിച്ചവരുടെ കൊടുത്ത് ഉൾപ്പെടുത്തണം. ഒരു പ്രവാചകൻ ഇങ്ങനെ ഉള്ളുരുകി പ്രാർത്ഥിച്ചെങ്കിൽ നമ്മൾ എത്ര പ്രാർത്ഥിക്കണം? മക്കൾക്ക് ആദ്യം പേരുണ്ട്, നിക്കാഹ് നടത്തുമ്പോ കവിയാറാകുമ്പോൾ ഇരുന്നിട്ടുണ്ട്. കുട്ടികൾക്ക് സുന്നത്ത് കർമ്മം ചെയ്തെന്ന് ഓർമ്മ ഉണ്ടാവില്ല. എന്നാതിനകത്ത് ശ്രമിക്കുകയാണ് ചെയ്യുന്നതാണ്. ഞാൻ സുന്നത്ത് കർമ്മം നിർവഹിച്ചിട്ടുണ്ട്. അല്ലാതെ ചില ചടങ്ങുകളോ സമ്പ്രദായങ്ങളോ ഉണ്ട്. അതുകൊണ്ട് തെറ്റിദ്ധരിക്കുന്നു. അല്ലാഹുവിന് സമർപ്പിക്കുക. അല്ലാഹു ഇബ്രാഹിം അലൈഹിസ്സലാം പറഞ്ഞല്ലോ, അസ്ലിം, ഇബ്രാഹിമെ നീ സമർപ്പിക്കുക, സമ്പൂർണമായി സമർപ്പിക്കുക. എന്നെ സമർപ്പിച്ചു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്ന് നിത്യജീവിതത്തിലേക്ക് ഒരു മാതൃക സ്വീകരിച്ചു. നമുക്ക് ഒരു ഐഡിയൽ ഫാമിലി, ദുനിയാവിലും അതിലുപരി ആഖിറത്തിലും ഉപകാരപ്പെടുന്ന നല്ല കുടുംബങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കുടുംബത്തെ മാതൃക. അക്കാര്യത്തിൽ നമ്മൾ എല്ലാവരും ജാഗ്രത. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നത് എപ്പോഴെങ്കിലും ആരെങ്കിലും പ്രാർത്ഥിച്ചവർ ആമീൻ പറയുക, ആമീന്റെ ആരവങ്ങൾ കൊണ്ട് ആളുകൾ കുറഞ്ഞാൻ വേണ്ടിയതാണ്. ഒന്നും കാര്യമില്ല, ആരെങ്കിലും ദ്വാരം തന്നാൽ ജോറായി ആമീൻ ആയിക്കോട്ടെ. നമ്മൾക്ക് നമ്മുടെ മക്കൾക്ക് ഒരു ചിന്താ വിഷയമാകണം. നമ്മുടെ കുടുംബഘടന ചിന്താ വിഷയമാകണം. നമ്മുടെയും നമ്മുടെ കുടുംബത്തിന്റെയും പരലോകവും ചിന്താ വിഷയമാകണം. വെറുതെ പ്രാർത്ഥന ഒന്നുമില്ല. ഒരു ശരിയായ പ്രാർത്ഥന ഉണ്ടാവില്ല. ഒരു സംഗതി എന്നെ അലട്ടുന്ന ഒരു ചിന്താ വിഷയമായി മാറുമ്പോഴാണ്. ചടങ്ങിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. നിങ്ങളെ ആശംസ പറയുമ്പോഴല്ല. പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ കഴിവിന്റെ ഉള്ളിൽ നിന്ന് ജഗനായ അള്ളാഹുവിന്റെ സമക്ഷത്തിലേക്കുള്ള വിജ്ഞാനീയമായ അങ്ങനെ തന്നെ ആവുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ പ്രാർത്ഥനകൾ നമുക്ക് ചിന്താ വിഷയമാണ്, വിശകലന വിഷയമാണ്. ഇബ്രാഹിം നബി ദ്വാരക്കുന്നു, എന്നെ ആരാണ് ഇബ്രാഹിം നബി?
അഗ്നികുണ്ഡത്തെ പൂങ്കാവനം കണക്കെ ഉണർന്ന ത്യാഗികര്. അങ്ങനെ ഇബ്രാഹിം നബി വിനയപൂർവ്വം പറയുന്നു, പടച്ചവനെ എന്നെ നീ നമസ്കാരം സംസ്ഥാപിക്കുന്നത് പൂർത്തിപ്പെടുത്തണം. എന്നെ മാത്രമല്ല എന്റെ സന്തതി പരമ്പര. അതിനാണ് അവിടെ സ്ഥാപിച്ചത്. മക്ക കേന്ദ്രമായിക്കൊണ്ടുള്ള നമസ്കാരം മച്ചാനിയായിക്കൊണ്ടുള്ള ഒരു നാഗരികത ലോകത്തിന്റെ മുമ്പാകെ എക്കാലത്തും ആളുകൾക്ക് പ്രചോദനം നൽകുന്ന ഒരു നല്ല നാഗരികത ലോകത്തിന്റെ മുമ്പാകെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം സമർപ്പിച്ചിട്ടുണ്ട്, സംസ്ഥാപിച്ചിട്ടുണ്ട്. ഇബ്രാഹിമിന്റെ പ്രാർത്ഥന നീ പറയുന്നുണ്ട്. പിന്നെയോ പഠിച്ചവനെ നീ എനിക്ക് പൊറുത്തു തരണം, പഠിച്ചവനെ എനിക്ക് നീ പൊറുത്തു തരണം. ഒലിവാലിതയ്യ എന്റെ മാതാപിതാക്കൾക്കും ഒലിമുഅ്മിനീന എന്റെ സകല ആദർശ സഹോദരങ്ങൾക്കും. വിശ്വാസികളാണ് ആദർശ സഹോദരൻ. ഇങ്ങനെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിന് വിശകലനം, ആ കുടുംബം എന്നത് നമ്മുടെ ചിന്താ വിഷയമാകണം. അങ്ങനെ വരുമ്പോഴാണ് നമ്മൾക്ക് ഹജ്ജ് മുഴുവൻ ഹാജിമാരുടെ മാത്രമല്ല നമ്മൾ പലരും ചെയ്തവരാണ്, അല്ലെങ്കിൽ ചെയ്യേണ്ടവരാണ്. അപ്പൊ അതാണ് ഈ ഹജ്ജിന്റെ സന്ദർഭത്തിൽ നമ്മുടെ ചിന്തയിലേക്ക് ഇബ്രാഹിമിയുടെ പ്രാർത്ഥന ഒരു മർമ്മം കൂടിയുണ്ട്. അതുകൂടി നമ്മൾ ശ്രദ്ധയിൽപ്പെടുത്താം. എപ്പോഴും ജീവിക്കുന്ന നാട്ടിൽ സ്വൈരവും സമാധാനം ഉണ്ടാകാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചു. പഠിച്ചവൻ ഈ നാടിനെ സമാധാനമുള്ള നിർഭയമായ ചുറ്റുപാടിന്റെ നല്ലൊരു സിവിലൈസേഷൻ, നാഗരികത വളർന്നു വരും. എപ്പോഴും അശാന്തിയും അരക്ഷിതബോധവും അസ്വസ്ഥതയുമായാൽ അവിടെ ഒരു നല്ല നാഗരികത. വിശ്വാസികൾ എപ്പോഴും സമാധാനത്തിന്റെ വാഹനം പത്താട്ടും അല്ലാഹു തആല നമുക്ക് ഈ നല്ല നാളുകളിലൂടെ കടന്നു പോകുമ്പോൾ നല്ല ചിന്തകൾ ജീവിപ്പിക്കാൻ, നല്ല മാതൃകകളെ സ്വാംശീകരിക്കാൻ അഥവാ എബ്സോർബ് ചെയ്യാൻ, അങ്ങനെ കൂടുതൽ നല്ലവരായി തീരാൻ നമുക്ക് ഉദവി നൽകി അനുഗ്രഹിക്കുന്നതാണ്. الحمد لله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين. الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. اتقوا الله العظيم. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ചിന്തകളെ നേരായ മാർഗത്തിലേക്ക് കേന്ദ്രീകരിച്ചു സാധിക്കുന്നത്ര സൽക്കർമ്മങ്ങളെല്ലാം ഹൃദയപൂർവം അനുഷ്ഠിച്ചു അള്ളാഹുവിന്റെ തൃപ്തിയിലാക്കാതെ ജീവിച്ചു തൃപ്തിയിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം തൃപ്തിപ്പെടുത്താനും അങ്ങനെയുള്ള ജീവിതം കൂട്ടായി നിൽക്കാനും കൂടുതൽ ഉത്സാഹപൂർവ്വം ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. പരമമുറാഹിമനായ റബ്ബ് അതിൽ നമ്മെ നോക്കുമാറാകട്ടെ. ജീവിക്കുന്ന സാഹചര്യത്തിൽ ബോധമില്ലാതെ ദുബൈയുടെ ഉദ്ദേശം അതാണ്. ചില ഗൈഡൻസ്, എല്ലാ ഗൈഡൻസും സാധിക്കുന്ന ഗൈഡൻസ് നാട് പത്രമാധ്യമങ്ങളിലൂടെ
യുദ്ധാന്തരീക്ഷം. യുദ്ധം നല്ലതല്ല. യുദ്ധം ഒന്നിനും പരിഹാരവുമില്ല. യുദ്ധത്തിന്റെ കെടുതി ഒരുപക്ഷെ ഒരു ദശകത്തിലേറെ നിന്ന് അനുഭവമാണ്. യുദ്ധം വഴിയുണ്ടാകുന്ന കെടുതികൾ, പ്രയാസങ്ങൾ, സങ്കീർണതകൾ ഒരു ദശാബ്ദത്തിലേറെ നീണ്ടുപോയി. അതിന്റെ അന്തിമ ഫലം സകല ജനങ്ങളുടെ പേടിയും ഏതോ പോലത്ത് വന്നു. യുദ്ധത്തെ നമ്മളൊരു ഫുട്ബോൾ കാണുമ്പോഴൊക്കെ കാണുന്നു. അതാണ് പരിപാടി പൂർണ്ണമായിട്ടും കാണുന്നത്. അത് പരമാവധി ഒഴിവാക്കാനാണ്. മുസ്ലിം എന്ന വാക്കിന്റെ അർത്ഥം മറ്റൊരർത്ഥം സമാധാനപ്രിയൻ. സലാം എന്ന് പറഞ്ഞ ശാന്തി. നമ്മൾക്ക് അല്ലാഹു തആല നിർദ്ദേശിച്ചിട്ടുള്ള അഭിവാദന വാക്യം തന്നെ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം. അതാവശ്യമില്ലാത്ത ഒരിക്കലും മുഖത്തില്ല. അസ്സലാമു അലൈക്കും. നിങ്ങളുടെ മേൽ അല്ലാഹുവിന്റെ ശാന്തി, സമാധാനം ധാരാളമായി ഉണ്ടാകട്ടെ. ഈ ആശംസ ആവശ്യിക്കാത്ത ആരെങ്കിലും ഏതോ അർത്ഥത്തിൽ അസമാധാനത്തിന്റെ, അസ്വസ്ഥതയുടെ ഒരവസ്ഥയിലാണ് മഹാഭൂരിപക്ഷം ആളുകളും പല കാരണങ്ങളാൽ കഴിയും. അപ്പൊ നമുക്ക് നിർദ്ദേശിച്ചതാണ് സമാധാനം ആശംസിക്കുക, സമാധാനം കാക്ഷിക്കുക, സാധിക്കുന്നത്ര സമാധാനം പ്രിയരാണ്. എന്നാൽ യുദ്ധമില്ല എന്ന് യുദ്ധം നടന്നിട്ടുണ്ട്. യുദ്ധമുണ്ട്, അതിന് കൃത്യമായ ചിട്ടവട്ടങ്ങളുമുണ്ട്. ഇസ്ലാം യുദ്ധത്തെ അനുവദിച്ചിട്ടുള്ളത് അനിവാര്യ തിന്മ, നെസസറി ഈവിൾ. സാധിക്കുന്നത്ര യുദ്ധം ഒഴിവാക്കാനാണ് ശ്രമിക്കേണ്ടത്. അതാണ് നല്ലത്. അപ്പോ യുദ്ധം സംഭവിച്ചാൽ ഫലവിധത്തിൽ ഒന്ന്, യുദ്ധത്തിൽ ആദ്യം മരിക്കുന്നത്, കൊല്ലപ്പെടുന്നത് സത്യം എന്ന മൂല്യമാണ്. രണ്ടു കൂട്ടരും മത്സരിച്ച് വ്യാജം പറയും. എവിടെയായാലും സത്യം എന്നത് യുദ്ധം തുടങ്ങുന്ന ഒന്നാം തീയതി തന്നെ ശത്രുവും. അതാണ് ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെ നമ്മൾ വിവേകത്തിന്റെ ആളുകൾ, നമ്മൾ ജീവിക്കുന്ന നാടിനെ പൂർവ്വം തർക്കമില്ല. എന്റെ വീട് നാട് വേറെ നാടുകൾ തർക്കം പാടില്ല. എന്റെ നാടെന്താന്ന് എനിക്ക് വേറെ നാടിന്റെ ഒരു നാട്ടിൽ തന്നെ ഉൾക്കൊള്ളൂ. നാട്ടിൽപ്പെട്ടത് നാട്ടിൽ പോയാൽ ആത്മവിശ്വാസം സ്ഥിരതാമസം പറ്റില്ല. അപ്പൊ നമ്മുടെ നാട് നമ്മളോട് ജനിച്ചു വരുന്ന നാടാണ്. ഈ നാടിനോട് ഗുണകാംക്ഷം. ഈ ദേശസ്നേഹം എന്ന് പറഞ്ഞാൽ അത് പഠിക്കണം. എന്താണ് ദേശവാസികളോട് സ്നേഹം? ദേശസ്നേഹം എന്ന് പറഞ്ഞാൽ നാട്ടിലെ എന്റെ ആളുകളുണ്ട്, അപ്പുറം ഇപ്പുറവും അതിനോട് ഇടപഴകി ജീവിക്കുന്നു. നമ്മൾ നാട്ടുകാർ, നമ്മൾ ദേശക്കാർ, നമ്മുടെ രാജ്യക്കാർ, അവരുടെ സ്നേഹമാണ് ദേശസ്നേഹം. ദേശീയത വേറെ, ദേശസ്നേഹം. യുദ്ധാന്തരീക്ഷത്തിൽ ആളിക്കത്തിക്കുന്നത് ദേശീയതയാണ്. റൈറ്റ് ഓർ റോങ് മൈ നേഷൻ. ശരിയാവട്ടെ തെറ്റാവട്ടെ, ഞാൻ എന്റെ നാടിന്റെ ഭാഗത്ത്. ഇതാണ് നാഷണലിസത്തിന്റെ ശരിയല്ലാത്ത നിലപാട്. ഒന്നും രണ്ടും ലോകമഹായുദ്ധങ്ങളുടെ മുഖ്യ കാരണം ആർണോൾഡ് ടോയിൻബി ഉൾപ്പെടെയുള്ള ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ഭ്രാന്തമായ ദേശീയത എന്ന് പറഞ്ഞാൽ ഒരുതരം ഭൂമി പൂജയാണ്. ഭൂമിയെ പൂജിക്കുന്നവർ നമുക്ക് പൂജിക്കാൻ പറ്റും. നമ്മൾക്ക് ദേശസ്നേഹമേ പാടുള്ളൂ, ദേശീയത പാടുള്ളൂ.
എന്നതിൽ നമ്മൾ കൃത്യമായ നിലപാടുണ്ടായിരിക്കണം. സൂചന കൊണ്ട് മതിയാക്കാം. അപ്പൊ ദേശീയത എന്നതിൽ അർത്ഥമൊന്നുമില്ല. കാലത്തിന്റെ കരക്കത്ത് ഒരു ദേശം പലതാകാട്ട്, പിന്നെ പല ദേശം ഒന്നാകാറും. രണ്ട് ജർമ്മനികളുണ്ട്, ഈസ്റ്റ് ജർമ്മനിയും വെസ്റ്റ് ജർമ്മനിയും. കുറെ കാലം രണ്ടിനാണ്, രണ്ടും ഒന്നാം. ബംഗ്ലാദേശും പാകിസ്ഥാനും ഒന്നായിരുന്നു കുറെ കാലം, ഇപ്പൊ രണ്ടും രണ്ടാണ്. ഒരുപാട് നാടുകൾ ചേർന്നിട്ടുള്ളതായിരുന്നു സോവിയറ്റ് റിപ്പബ്ലിക്. അത് വിഭാഗം ഒഴിഞ്ഞ പോലെ പൊട്ടിച്ചെറി ഒരുപാട് നാടുകളായി. ചെക്കോസ്ലോവാക്യ രണ്ടായി, വേറെ ഒന്നാവും. അപ്പൊ ഇത് മാറി മറിഞ്ഞു വരുന്ന മാപ്പിൽ വരയുന്ന വരകളാണ് ഒരർത്ഥത്തിൽ. പക്ഷെ നിസ്സാരവൽക്കരിക്കുന്നില്ല, അത് യാഥാർത്ഥ്യത്തിലാണ്. വിശേഷിച്ച് നിലവിലുള്ള ദേശസ്നേഹം, ദേശരാഷ്ട്രങ്ങളുടേതായ ഒരു അന്തരീക്ഷം. പക്ഷേ നമ്മൾ റൂമറുകൾ പ്രചരിപ്പിക്കും. അന്ധമായി അവിടെയുള്ളവരൊക്കെ ഞങ്ങളാണെന്ന് വെച്ചിട്ട് മമത പ്രവർത്തിക്കുന്നു. നമ്മളെല്ലായിടത്തുണ്ട് ലോകത്ത്, അയൽവക്കത്ത് മാത്രമല്ല, ലോകത്തെങ്ങോളം ഇങ്ങോട്ടും നമ്മുടെ ആളുകളുണ്ട്. സൗദി അറേബ്യയിലുണ്ട്, അറബ് നാടുകളിലുണ്ട്, പല ഇന്ത്യയുടെ പല ഭാഗങ്ങളിലുണ്ട്. അപ്പൊ നമ്മൾ ആണ് എന്ന നിലക്ക് അന്ധമായ ഒരു പ്രേമം, അന്ധമായ ഒരു നിലപാട് മറ്റു പലതിലുള്ള പോലെ ഇതിലും പാടില്ല. ഒരിക്കലും കാര്യങ്ങളിൽ അന്ധരം വിവേകം ഉണ്ടായി. നമ്മുടെ നാടിന് നന്മ വരണം, നമ്മുടെ നാടിന് കഷ്ടനഷ്ടങ്ങൾ വരരുത്. നമ്മുടെ നാടിന് കഷ്ടനഷ്ടങ്ങൾ വന്നാൽ സകല മനുഷ്യരെയും അത് ബാധിക്കും. ആ വിചാരം മനുഷ്യ സ്നേഹത്തിനും നിർത്തിയിടണം. അതുകൊണ്ട് നമ്മള് എപ്പോഴും വിവേകത്തിന്റെ വഴി സ്വീകരിക്കും. എല്ലാ പറഞ്ഞു വരുത്താൻ അല്ലെങ്കിൽ പക്ഷം ചേരാനോ ഒന്നും നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ നമ്മുടെ നാട്ടിനോട് നമുക്ക് പ്രതിബദ്ധതയുണ്ട്. നമ്മളെ അല്ലാഹു തആല വിവേകപൂർവ്വം കാര്യങ്ങൾ കാണുന്ന കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുണ്ട്, അൽ ഖാതിലു വൽ മഖ്തൂലു ഫിന്നാർ. കൊലയാളി, കൊന്ന ഘാതകനും കൊല്ലപ്പെട്ടവരും രണ്ടാളും നരകത്തിലാണ്. ഇതൊക്കെ സാഹചര്യത്തിൽ മനസ്സിലാക്കട്ടെ. യുദ്ധത്തിലേർപ്പെട്ട രണ്ടു കൂട്ടരും പ്രതികളാണ്, വേറിയോ കുറഞ്ഞോ. അത് കാത്തിലും വൽ മഖ്തൂലു ഫിന്നാർ. പക്ഷെ ആ ജനതയ്ക്ക് കൊലയാളി അല്ലെങ്കിൽ ഘാതകൻ നരകത്തിലാണെന്ന് മനസ്സിലാക്കി. ഈ കൊല്ലപ്പെട്ടവരെങ്ങനെ നരകത്തിലാവുന്നു എനിക്ക് വിശദീകരിച്ച് അവനും മറ്റവരെ കൊല്ലാൻ ഉദ്യമിക്കുകയും അതിനായി ഉത്സാഹിക്കുകയും ചെയ്തിട്ടുണ്ട്. ആദ്യം നടത്തിയതായി പോയി മറ്റവരെ കൊന്നു. അപ്പൊ ഇവർക്ക് കൊല ചിന്തയുണ്ട്, കൊല ചെയ്യണമെന്ന ചിന്തയുണ്ട്. ഇതാണ് നമ്മൾ നയിക്കേണ്ടത്. അത് കാത്തിലും ഒരു മക്കത്തൂരും ചിന്ത. അപ്പൊ അതുകൊണ്ട് നമ്മള് അസമാധാനത്തിനോ അശാന്തിക്കോ ആഗ്രഹിക്കും. ആർക്കും സമാധാനമില്ല, ആർക്കും യുദ്ധം മുടങ്ങിയില്ല, ആർക്കും ഗുണം ചെയ്തിട്ടില്ല. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാണ്. ഗസ നമ്മൾ മറന്നു, ഗസ മറന്നു. നാളെ നമ്മുടെ അവസ്ഥ മാസങ്ങളായി, വർഷത്തിലേറെയായി ഒരു വലിയ സമൂഹം അങ്ങേറ്റം കഷ്ടപ്പെടും. അവരെ നമ്മൾ പ്രാർത്ഥനകളിൽ ഓർക്കേണ്ടതുണ്ട്. അത് നമ്മൾ ഇന്ത്യയിൽ നിന്ന് വിട്ടുപോകരുത്. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم يسر عسيرنا وسهل أمورنا وقض حوائجنا وحسن مرادنا وبلغ أعمالنا واشف أمراضنا وأمراض مرضانا. اللهم اشف أمراضنا وأمراض مرضانا وأد ديوننا واغفر ذنوبنا
وكفر سيئاتنا وتوفنا مع الأبرار اللهم بارك لنا فيما أعطيت وقنا واصرف عنا فيما قضيت ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم